ഹലോ ഇവാൻ നമ്മൾ 10K മാരത്തോൺ ഫിനിഷ് ചെയ്തു. തിരുവല്ല ജിമ്മിന്റെ ഇനാഗ്രേഷൻ വേണ്ടി ഗസ്റ്റ് ആയി പോയി. ഹാറൂനെ മലപ്പുറത്തെ ചെക്കന്മാരെ മീറ്റ് ചെയ്തു. രാവിലെ തന്നെ പൂച്ചക്കുട്ടിയെ കുറച്ച് നോക്കിയിരുന്നു. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക് മാരത്തോൺ ആണ്. നമ്മൾ പെരുന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ പോയി. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായി. നമ്മൾ 10 കിലോമീറ്റർ ഓടുന്നത്. ഓട്ടം സ്റ്റാർട്ടായി. ഇടക്ക് റിഫ്രഷ്മെന്റ് അതേപോലെ ആംബുലൻസ് ഒക്കെ ഉണ്ട്. മൻസൂറാക്കിന്റെ കമ്പനിക്ക് നമ്മൾ നല്ല ബാക്കിലാണ്. ഫസ്റ്റ് ടൈം ആണ് മാരത്തോൺ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് അബിൻസറിനെ കണ്ടു. മൂപ്പരൊപ്പം കൂടി നമ്മൾ 10 കിലോമീറ്റർ ഫിനിഷ് ചെയ്തു. ഒരു മെഡലും കിട്ടി. അത് കഴിഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു. നമ്മൾ ജിമ്മിൽ നിന്ന് കുറെ ആൾക്കാരുണ്ടായി. അപ്പൊ എല്ലാവരും കൂൾ ഡൗൺ ചെയ്ത് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ കഴിച്ച് പിന്നെ ഡാൻസ് കണ്ടു. പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയ പ്രൈസ് കൊടുത്തു. ചെറിയ കുട്ടികൾ മുതൽ വയസ്സ് വരെ ഉണ്ടായി. 21 കിലോമീറ്റർ ഫിനിഷ് ചെയ്തു. നമ്മളെ പോസ്റ്റ് ഇൻസ്റ്റേ കൂടുതൽ ലൈക്ക് കിട്ടി. നമുക്ക് ഗിഫ്റ്റ് കിട്ടി. നമ്മുടെ ടീമിന് ഈ മൊമെന്റ് ഉണ്ടായി. അതും വാങ്ങി പോകാൻ വേണ്ടി നോക്കാം. എന്തായാലും നമ്മൾ ഫസ്റ്റ് മാരത്തോൺ നമ്മൾ കഴിഞ്ഞു. വീട്ടിലെത്തി ഗിഫ്റ്റ് ഒട്ടിച്ച് നോക്കിയപ്പോൾ ജഗ്ഗും ഗ്ലാസ്സും ആണ്. നമ്മൾ വെയിറ്റ് നോക്കി 62.4 മാരത്തോൺ ക്ഷീണം തീർക്കാൻ പക്ഷെ ഉറങ്ങിപ്പോയി. ഫ്രഷ് ആയി നമ്മൾ അടുത്ത പരിപാടി പോവാണ്. തിരുവല്ല ജിമ്മിന് ഇനാഗ്രേഷൻ ഉണ്ട്. അപ്പൊ പോകാൻ നമ്മള് ആ കോസ്റ്റ്യൂം ലെറ്റ്സ് ഗോ. പോണ പ്ലേറ്റ് ഷവർമ കഴിച്ചു. വേറെ ഒന്നും കഴിച്ചില്ല. അപ്പൊ വയറുള്ള ഫുൾ ആയത്. ജിമ്മിലെത്തി. ജിമ്മ് മാത്രമല്ല മാർഷൽ ആർട്സ് ഉണ്ട് ഇവിടെ. വിചാരിച്ച എത്ര ആൾക്കാരുണ്ട്. ജിമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ആംബിയൻസും സെറ്റപ്പ് ആണ്. നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതിൽ ആൾക്കാരോട് നമ്മ കാണാൻ കാത്തിക്കാണ്. അജ്മൽ അൻഷാദിക്ക് ചെക്കന്മാരൊക്കെ ഉണ്ട്. ആൾക്കാരെണ്ണം കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ കാണാൻ നമ്മളിപ്പോ ഫോട്ടോ എടുക്കാൻ ക്യൂ ആണ്. ഫോട്ടോ വേണ്ടി പമ്പയെ സ്റ്റാർട്ട് ചെയ്ത് ചെറിയ ബോഡി ഷോ ഉണ്ട്. നമ്മ മാത്രം ചെക്കന്മാരുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. പമ്പിന് വേണ്ടി കുപ്പായ വരി പോസിംഗ് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും ഗ്രൂപ്പായാണ് പോസ് ചെയ്തു. മ്യൂസിക്കൽ പോസ് കിട്ടാൻ വൈബാക്കി കുറെ നേരം പോസ് ചെയ്തു. എല്ലാവരും ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അവര് ഹാപ്പി ആയി, നമ്മൾ ഹാപ്പി ആയി. ബോഡി കണ്ടീഷൻ കുഴപ്പമില്ല. ഇനി ഹാറുവിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. ചെക്കനെ കണ്ടീഷൻ സീനായി. അത് കഴിഞ്ഞ് നല്ലൊരു ലേറ്റിംഗ് ആണ്. നമ്മൾ ഇന്നത്തെ ബോഡി കണ്ടീഷന്റെ വീഡിയോ എടുക്കാതി. ബാക്ക് പോസ് മെയിനായി കുറച്ച് പോസ് പിടിച്ചു നോക്കി. ജിം എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ മാർഷൽ ആർട്സിന് എടുക്കാൻ പോയേക്കാം. ഫൈജാസ് നമ്മളെ കൊണ്ട് അങ്ങോട്ട് പോയി. മാർഷൽ ആർട്സിനെ കോച്ചിനെ പരിചയപ്പെടുത്തി തന്നു. കുറെ പേര് സംസാരിച്ചു. ഇവിടുത്തെ സ്കേറ്റ് ചെയ്യാൻ ട്രാക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹാറോട് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കാട്ടിപ്പോഴുന്ന സംഭവമാണ്. വീണ്ടും നമ്മൾ കുറച്ച് കുട്ടി ഫാൻസിനെ കണ്ടു. ഇപ്പൊ അവിടെ പുള്ളപ്പാരാണ്. ഞാൻ ജസ്റ്റ് മസിലപ്പ് എടുക്കാൻ നോക്കി. കുറെ ദിവസങ്ങൾക്ക് ശേഷം മസിലപ്പ് എടുത്തു. അൻഷാഖാനെ ഫോട്ടോസ് എടുത്തു. ഞാൻ ഹാറോണും കൂടി ഫ്രണ്ട് ലെവർ ചെയ്യാൻ നോക്കി. നടക്കൂലാണ് പുള്ളപ്പാക്കി. കുറച്ച് പുള്ളപ്പ് എടുത്ത് നമ്മൾ റിങ്ങിനുള്ളിൽ കയറി. ഇനി നമുക്ക് കുറച്ച് ബോക്സിംഗ് പഠിക്കാം. ആദ്യം പഞ്ചിങ് പഠിപ്പിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് പഞ്ചിങ് കിക്കും പഠിച്ചു. ബാക്കി പിന്നെ പഠിക്കാം. നമുക്ക് ജിമ്മ് കാണിച്ചു തരാം. ലൈറ്റിംഗ് കൂടെ എല്ലാ തരം ലൈറ്റിംഗ് അവൈലബിൾ ആണ്. അവിടെ ആംബിയൻസിന് കുറവില്ല, മെഷീൻസിന് കുറവില്ല. മെഷീൻസിന് മാറ്റം പറ്റിയ ഈ മെഷീനാണ്. ഷോൾഡർ പ്രസും ലാറ്റർ റൈസും റിവേഴ്സ് ഫ്ലൈസും ഒക്കെ ചെയ്യാം. നമുക്ക് ആസ്വദിച്ച് ചായ കുടിച്ചു. ജിമ്മിൽ നിന്നാണെങ്കിൽ നേരെ നമ്മൾ ഉണ്ണിയാൽ ബീച്ച് പോയി. അവിടെ കുറച്ച് നേരം നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. സൂഫി മന്തി കയറിയപ്പോൾ നമ്മൾ ദോസ്തിനെ കണ്ടു. ഫൈജാസിനെ ഫോട്ടോ എടുത്തു. രാത്രി ഫുഡ് എപ്പോഴും ലൈറ്റ് ആയി കഴിക്കാൻ നോക്കി. നമ്മൾ അൽഫാമിന്റെ ചെസ്റ്റ് പീസ് മാത്രം കഴിച്ചു. ബാക്കിയുള്ളവർക്ക് ആവശ്യം റൈസും കാര്യങ്ങളും എടുത്ത് കഴിച്ചു. ആവശ്യത്തിന് കഴിച്ചാൽ കുഴപ്പമില്ല. ഓറാ നോക്കിയാൽ അവിടെ നിന്ന് ഞാൻ എല്ലാവരും ബൈ പറഞ്ഞ് നമ്മൾ നേരെ പോവാണ്. ആ തിരുവനന്തപുരം മലപ്പുറത്ത് എത്തിയപ്പോൾ നമ്മൾ ഫർസിനെ വിളിച്ചു. അവരെ അൽബിനെ കുറിച്ച് കുറെ സംസാരിച്ചിരുന്നു. ഷിബിലിനെ കണ്ട് റീലൊക്കെ വൈറലായതാണ്. അവരോട് ബൈ പറഞ്ഞ വീട്ടിൽ പോയി. അപ്പോൾ ഓക്കെ ബൈ.